ഞങ്ങളുടെ ആർമി ക്വാർട്ടേഴ്സിന്റെ തൊട്ടപ്പുറത്ത് ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുലേട്ടനും പാറും ബിന്ദു ആന്റിയും പ്രേംലാൽ അങ്കിളൊക്കെ. അവര് പിന്നെ പ്രേംലാൽ അങ്കിളിന് അസാമിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പോവുക ചെയ്തത്. ആ സമയത്തൊക്കെ അമ്മയുടെ അടുത്ത് ബിന്ദു ആന്റിയുടെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹെബ്ബാളില് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീടിന്റെ മുറ്റത്ത് ഒരു മാതള നാരങ്ങയുടെ മരം ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ ബിന്ദു ആന്റിക്ക് വിളിച്ചിട്ട് എനിക്ക് ഫോണ് തന്നു. എന്നിട്ട് ഞാൻ എന്നാ ബിന്ദു ആന്റി വരിക, എനിക്ക് ബിന്ദു ആന്റിയെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അതിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ബിന്ദു ആന്റിയുടെ കോൺടാക്ട് ഒക്കെ എങ്ങനെയോ പോയി അമ്മയുടെ അടുത്തുനിന്ന്. അമ്മയും ബിന്ദു ആന്റിയും ഏടത്തി അനിയത്തിയും പോലെയായിരുന്നു. പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ് 2019 20 അമ്മ ഒരു ദിവസം പറഞ്ഞു ബിന്ദു ആന്റീനെ എങ്ങനെയെങ്കിലും തെരഞ്ഞു കണ്ടുപിടിക്കായിരുന്നു എന്ന്. എല്ലാ സോഷ്യൽ മീഡിയയിലും തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. അവസാനം അമ്മ പറഞ്ഞു അവരുടെ വീട് തൃശ്ശൂർ ജില്ലയിൽ കണ്ടശങ്കടവിലാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് അവസാനം അമ്മ കണ്ടശങ്കടവ് ഗ്രാമപഞ്ചായത്തിലത്തെ പ്രസിഡന്റിന്റെ നമ്പർ ഗൂഗിളിൽ നിന്ന് തപ്പി തെരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മ മൂപ്പർക്ക് വിളിച്ചിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു. പ്രേംലാൽ അങ്കിൾ ഒരു പട്ടാളക്കാരനായോണ്ട് കണ്ടുപിടിക്കാൻ മൂപ്പർക്ക് ഭയങ്കര സുഖമായിരുന്നു. അവസാനം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ നമ്പർ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കളഞ്ഞു പോയൊരു നിധി കിട്ടിയ പോലെയായിരുന്നു. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും അഞ്ചേശ്വര കല്യാണത്തിന് കാണും. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു ആർമി കഥ. എന്നാ ശരി, പോട്ടിഷ് പണിയുണ്ട്.